നമസ്കാരം. നമ്മുടെ ഈ പുതിയൊരു ആഴത്തിലുള്ള ചരിത്ര പരിശോധനയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തിരക്കേറിയ ഈ ജീവിതത്തിനിടയിൽ വലിയ ചരിത്ര പുസ്തകങ്ങൾ മുഴുവൻ വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതെ, ആർക്കും അതിന് സമയമില്ലെന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലുള്ള രേഖകളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പരിശോധനയിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഒരു 23ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? മിക്കവാറും കോളേജ് പഠനം കഴിഞ്ഞുള്ള ജോലി അന്വേഷണമായിരിക്കും. അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെയുള്ള യാത്രകളോ ഒക്കെ ആവാമല്ലേ? എന്നാൽ 1706 ജനിച്ചൊരു യുവാവ് തന്റെ 23ാം വയസ്സിൽ ഒരു നാട്ടുരാജ്യത്തിന്റെ അധികാരമേൽക്കുകയാണ്. വെറുതെ അധികാരമേൽക്കുക മാത്രമല്ല, കേവലം കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയൊരു സാമ്രാജ്യത്വ ശക്തിയെ യുദ്ധത്തിൽ മുട്ടുകുത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1721 മുതൽ 1729 വരെ വേണാട് ഭരിച്ച രാമവർമ്മയുടെ പിൻഗാമിയായി വന്ന സാക്ഷാൽ അണിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ആധുനിക അശോകൻ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. ഒരു കേന്ദ്രീകൃത രാജഭരണം അദ്ദേഹം എങ്ങനെ സ്ഥാപിച്ചു എന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ വേരുകൾ കൂടി നമ്മൾ അറിയണം. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോഴി തമ്പുരാനായിരുന്നു. അതുപോലെ അക്കാലത്തെ വളരെ പ്രശസ്തനായ കൃഷ്ണശർമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനകവി. കേവലം 23 വയസ്സിൽ രാജാവാകുന്നതിനു മുൻപ് തന്നെ, അതായത് 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വേണാടിനു വേണ്ടി അദ്ദേഹം ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു. ആ പ്രായത്തിൽ തന്നെ ലോക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ഭരണത്തിൽ അദ്ദേഹം പ്രയോഗിച്ച തന്ത്രങ്ങളാണ്. മറുവപ്പെട എന്നൊരു കൂലിപ്പട്ടാളത്തെ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതൊരു ചെറിയ കാര്യമല്ല. സ്വന്തം നാട്ടുകാരെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തുനിന്ന്, അതെ, സ്വന്തം നാട്ടിലെ പടയാളികളെയും പ്രഭുക്കന്മാരെയും ആശ്രയിക്കാതെ കൃത്യമായി ശമ്പളം കൊടുത്ത് നിർത്തുന്ന തികച്ചും പ്രൊഫഷണലായ ഒരു സൈന്യത്തെ വാർത്തെടുക്കുക. സായുധശക്തി പൂർണ്ണമായും രാജാവിന്റെ നിയന്ത്രണത്തിലാക്കുക. അദ്ദേഹത്തിന്റെ നയം നിണവും ഇരുമ്പും, അതായത് ബ്ലഡ് ആൻഡ് അയൺ എന്ന കർശന നയത്തിന്റെ യഥാർത്ഥ തുടക്കം ഇവിടെ നിന്നാണ്. ശരിക്കും ഒരു ആധുനിക രാഷ്ട്രനിർമ്മിതിയുടെ അടിസ്ഥാനം തന്നെ അതാണല്ലോ. പക്ഷേ ആ കർശന നയം അദ്ദേഹത്തിന് ആദ്യം പ്രയോഗിക്കേണ്ടി വന്നത് പുറത്തുള്ളവരോടല്ല, സ്വന്തം കുടുംബത്തിലുള്ളവരോട് തന്നെയാണ്. സിംഹാസനത്തിലേക്കുള്ള മാർത്താണ്ഡവർമ്മയുടെ വഴി ഒട്ടും എളുപ്പമായിരുന്നില്ല. 1341 മുതൽ തന്നെ വേണാട് രാജകുടുംബം പിന്തുടർന്നിരുന്നത് മരുമക്കത്തായ ക്രമമായിരുന്നു. അനന്തരവന്മാർക്ക് രാജ്യാവകാശം ലഭിക്കുന്ന രീതി. അവിടെയാണ് വലിയൊരു തർക്കമുടലെടുക്കുന്നത്. ആ അധികാരത്തർക്കം എങ്ങനെ ഉണ്ടായി എന്നത് രസകരമായ ഒരു കഥയാണ്. മുൻ രാജാവായ രാമവർമ്മ അഭിരാമി എന്ന വനിതയെ വിവാഹം കഴിച്ചപ്പോൾ അവർക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. ആ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾക്കായിരിക്കും വേണാടിന്റെ കിരീടമെന്ന്. ഇത് മരുമക്കത്തായ രീതിക്ക് തികച്ചും എതിരായിരുന്നു. രാമവർമ്മയുടെ മരണശേഷം ഈ വാഗ്ദാനം സ്വാഭാവികമായും പാലിക്കപ്പെട്ടില്ലല്ലോ. ഇത് രാമവർമ്മയുടെ മക്കളായ വലിയ തമ്പി എന്നറിയപ്പെടുന്ന പപ്പുതമ്പിയെയും അനുജൻ കുഞ്ചുതമ്പി എന്നറിയപ്പെടുന്ന രാമൻ തമ്പിയെയും വല്ലാതെ പ്രകോപിപ്പിച്ചു. സിംഹാസനത്തിന് അവകാശം ഉന്നയിച്ചുകൊണ്ട് അവർ നാഗർകോവിൽ ആസ്ഥാനമാക്കി വലിയൊരു കലാപം തന്നെ തുടങ്ങി. സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങൾക്ക് പുറമേ രാജ്യത്തിനകത്ത് അദ്ദേഹം നേരിട്ടത് അതിലും വലിയ വെല്ലുവിളികളാണ്. നികുതി പിരിക്കാനും ക്രമസമാധാനം പാലിക്കാനും അധികാരമുണ്ടായിരുന്ന മാടമ്പിമാർ എന്ന പ്രാദേശിക പ്രഭുക്കളെ അദ്ദേഹം കർശനമായി നേരിട്ടു. മാടമ്പിമാർ എന്നുവെച്ചാൽ ഇന്നത്തെ സമാന്തര സർക്കാരുകൾ പോലെയായിരുന്നു. അവർക്ക് പുറമെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഊരാളന്മാർ, അതായത് യോഗത്തിൽ പോറ്റിമാർ, ഇവർക്കും വലിയ സ്വാധീനമുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ ഇവരെ രണ്ടു കൂട്ടരെയും അതിശക്തമായി തന്നെ അടിച്ചമർത്തി. നിയമവും അധികാരവും തന്നിൽ മാത്രം നിക്ഷിപ്തമാവുക എന്ന രീതി അദ്ദേഹം നടപ്പിലാക്കി. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ തീർത്ത ശേഷം അദ്ദേഹം ആദ്യം ശ്രദ്ധിച്ചു തിരിച്ചത് സ്വന്തം രാജകുടുംബത്തിന്റെ തന്നെ മറ്റൊരു ശാഖയായ ആറ്റിങ്ങൽ റാണിയുടെ നേർക്കാണ്. വേണാട് രാജകുടുംബത്തിലെ മൂത്ത വനിതാ അംഭമായിരുന്നു ആറ്റിങ്ങൽ റാണി. അവർ വിദേശികളുമായി സ്വന്തം നിലയ്ക്ക് ചില കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് മാർത്താണ്ഡവർമ്മ കണ്ടു. ഈ രേഖകളിൽ പറയുന്ന കൃത്യം തീയതി പ്രകാരം 1830-ൽ
തൃപ്പാപ്പൂർ മൂത്ത തിരുവടി എന്ന തന്റെ പരമാധികാരം ഉപയോഗിച്ച് അദ്ദേഹം ആറ്റിങ്ങലിനെ പൂർണ്ണമായും തിരുവിതാംകൂറിനോട് ചേർത്തു. സ്വന്തം കുടുംബത്തെ തന്നെ ഒതുക്കിയ ആ സംഭവം ശരിക്കും ഒരു സന്ദേശമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കൊല്ലം, അതായത് ദേശങ്ങനാട് ഭരിച്ചിരുന്ന ഉണ്ണിക്കേരളവർമ്മയുടെ നേർക്ക് തിരിയുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മാവനായിരുന്നു ഉണ്ണിക്കേരളവർമ്മ. അമ്മാവനെന്ന് മാത്രമല്ല, വേണാടിന്റെ സിംഹാസനത്തിൽ രഹസ്യമായി കണ്ണുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. കായംകുളത്തു നിന്നും ഒരു രാജകുമാരിയെ ദത്തെടുക്കുകയും കായംകുളം രാജാവുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് അവകാശപ്പെട്ട കല്ലട എന്ന പ്രദേശം ആക്രമിച്ചു. ഇതൊരു നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു. മാർത്താണ്ഡവർമ്മ ഉടൻ തന്നെ കൊല്ലം കീഴടക്കി ഉണ്ണിക്കേരളവർമ്മയെ പിടികൂടി തിരുവനന്തപുരത്തെ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ ഒരു തടവുകാരനായി അടച്ചു. സ്വന്തം അമ്മാവനെ തടവിലാക്കിയത് അയൽരാജ്യങ്ങളെ വലിയ രീതിയിൽ ഞെട്ടിച്ചു. അതോടെ ഒരു വലിയ സൈനിക സഖ്യം അദ്ദേഹത്തിനെതിരെ രൂപപ്പെട്ടു. കൊല്ലം രാജാവിനെ സഹായിക്കാൻ കായംകുളം രാജാവ് കൊച്ചി, പുറക്കാട്, വടക്കങ്കൂർ എന്നീ രാജാക്കന്മാരുമായി വലിയൊരു സഖ്യമുണ്ടാക്കി. ഇതിനിടയിൽ ഡച്ചുകാരുടെ സഹായത്തോടെ ഉണ്ണിക്കേരളവർമ്മ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ജയിൽ ചാടി. രാമയ്യന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യത്തിന്റെ ആദ്യ ആക്രമണം അവിടെ പരാജയപ്പെട്ടു. പക്ഷെ മാർത്താണ്ഡവർമ്മ തളർന്നില്ല. ഇംഗ്ലീഷുകാരിൽ നിന്നും ഫ്രഞ്ചുകാരിൽ നിന്നും അത്യാധുനിക ആയുധങ്ങൾ വാങ്ങി അദ്ദേഹം സൈന്യത്തെ ശക്തിപ്പെടുത്തി. അങ്ങനെ 1734 നടന്ന പുറക്കാട് യുദ്ധത്തിൽ കായംകുളം രാജാവ് കൊല്ലപ്പെട്ടു. രാജാവ് മരിച്ചെങ്കിലും കായംകുളത്തെ മന്ത്രിയായ അച്യുതാര്യർ ഡച്ചുകാരുടെ പിന്തുണയോടെ കിളിമാനൂർ വരെ പിടിച്ചടക്കി. അവിടെയാണ് മാർത്താണ്ഡവർമ്മയുടെ ബുദ്ധി നമ്മൾ കാണുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് അദ്ദേഹം പെട്ടെന്നൊരു കുതിരപ്പട്ടാളത്തെ ഇറക്കി. കുതിരപ്പട്ടാളത്തെ നേരിടാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 1742 മാന്നാർ ഉടമ്പടി ഉണ്ടായി. എന്നിട്ടും പ്രശ്നങ്ങൾ തുടർന്നു. ഒടുവിൽ രാമയ്യൻ കായംകുളം, വടക്കുംകൂർ, തെക്കുംകൂർ, പുറക്കാട് എന്നീ രാജ്യങ്ങളുടെ വലിയ സഖ്യത്തെ തോൽപ്പിച്ചു. കായംകുളം രാജാവ് തൃശൂരിലേക്ക് ഒളിച്ചോടി. അങ്ങനെ 1746 കായംകുളം തിരുവിതാംകൂറിൽ ലയിച്ചു. സമാനമായൊരു കാര്യം ഇളയിടത്തെ സ്വരൂപത്തിലും, അതായത് കൊട്ടാരക്കരയിൽ നടന്നു. അവിടുത്തെ റാണി ഡച്ചു സഹായത്തോടെ എതിർത്തപ്പോൾ അവരെ പരാജയപ്പെടുത്തി കൊട്ടാരക്കരയെ തിരുവിതാംകൂറിന്റെ ഭാഗമാക്കി. റാണി കൊച്ചിയിലേക്ക് പലായനം ചെയ്യുകയും കൊട്ടാരക്കര രാജാവ് വീരകേരളവർമ്മ ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ഈ തുടർച്ചയായ പരാജയങ്ങൾ ഡച്ചുകാർക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ ആ സംഭവം നടക്കുന്നത്. 1741 ഓഗസ്റ്റ് 10 സിലോണിൽ നിന്നുള്ള പീരങ്കിപ്പടയുമായി വന്ന ഭീമൻ ഡച്ചു സൈന്യത്തെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ ഏഷ്യക്കാരനായി അദ്ദേഹം മാറി. ഡച്ച് കപ്പിത്താൻ ഡിലനോയിയെ അദ്ദേഹം തടവുകാരനാക്കി. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ വലിയ കപ്പിത്താനായി നിയമിക്കുകയും ചെയ്തു. വലിയൊരു നയതന്ത്രമായിരുന്നു അത്. കുളച്ചിലിന് ശേഷം അമ്പലപ്പുഴ കീഴടക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. യുദ്ധം ചെയ്യുന്നതിന് പകരം സൈനിക മേധാവികളായ മാത്തു പണിക്കർ, തെക്കേടത്ത് ഭട്ടതിരി എന്നിവരെ വശത്താക്കി. 1746 ഡിലനോയി അമ്പലപ്പുഴ രാജാവിനെ തടവുകാരനാക്കി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. അതോടെ ചേർത്തല, അതായത് കരപ്പുറം, തിരുവിതാംകൂറിന് ലഭിച്ചു. 1753 മാവേലിക്കര സന്ധിയും നമ്മൾ ഓർക്കണം. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ഡച്ചുകാർ സമ്മതിക്കുകയും പകരം കുരുമുളക് നൽകാമെന്ന് മാർത്താണ്ഡവർമ്മ ഏൽക്കുകയും ചെയ്ത ഉടമ്പടി ആധുനിക നയതന്ത്രത്തിന്റെ മികച്ച ഉദാഹരണമാണ്. അതിന് പകരമായി ഡച്ചുകാർ തിരുവിതാംകൂറിന് ആയുധങ്ങൾ നൽകി. എന്നാൽ കരപ്പുറം നഷ്ടപ്പെട്ടതിലുള്ള കൊച്ചിയുടെ ദേഷ്യവും അമ്പലപ്പുഴ, വടക്കുംകൂർ രാജാക്കന്മാരുടെ അഭ്യർത്ഥനയും കാരണം ഡച്ചുകാരുമായി ചേർന്ന് കൊച്ചി ഒരു വലിയ സഖ്യമുണ്ടാക്കി. ഇതാണ് ആനന്ദേശ്വര യുദ്ധം. രേഖകളിലെ തീയതി പ്രകാരം 1784 അമ്പലപ്പുഴയിൽ വെച്ച് പണിയിൽ ഇടിക്കേള മേനോൻ നയിച്ച കൊച്ചി സൈന്യം തകർന്ന തരിപ്പണമായി. മേനോനെ വധിച്ചു. അരക്കുറ്റി വരെയുള്ള സ്ഥലങ്ങൾ തിരുവിതാംകൂറിന് ലഭിച്ചു. ഇതിനുശേഷം 1757 കൊച്ചി പ്രധാനമന്ത്രി കോമിയച്ചന്റെ മുൻകൈയിൽ ഒരു സന്ധ്യ ഉണ്ടായി. സാമുദ്രിയുടെ ആക്രമണത്തിൽ കൊച്ചിയെ സഹായിക്കാമെന്ന് മാർത്താണ്ഡവർമ്മയും സ്ഥാനഭ്രഷ്ടരായ രാജാക്കന്മാരെ സഹായിക്കില്ലെന്ന് കൊച്ചിയും സമ്മതിച്ചു. അതോടെ കാര്യങ്ങൾ പൂർണ്ണമായും തിരുവിതാംകൂറിന്റെ വരുതിയിലായി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വെറുമൊരു ചെറിയ പ്രദേശമായ വേണാടിനെ
എതിരാളികളെ ഒന്നൊന്നായി വീഴ്ത്തി അതിശക്തമായ ഒരു തിരുവിതാംകൂർ സാമ്രാജ്യമാക്കി മാറ്റിയ തന്ത്രങ്ങളെയാണ് നമ്മളിവിടെ കണ്ടത്. നിങ്ങൾക്കായി തയ്യാറാക്കിയ ഈ വിവരങ്ങൾ കേവലം പേരുകളും തീയതികളും മാത്രമല്ല, മനുഷ്യന്റെ അധികാരക്കൊതിയുടെയും തന്ത്രങ്ങളുടെയും വലിയൊരു ചിത്രമാണിത് നൽകുന്നത്. ഇതിനെ വിശാലമായ ചിത്രവുമായി ബന്ധിപ്പിച്ചാൽ ഫ്യൂഡൽ മാടമ്പിമാരെയും പാരമ്പര്യ രീതികളെയും മാറ്റി നിർത്തിക്കൊണ്ട് മറുവപ്പടയും ഡിലനോയുടെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ സൈനിക ഘടനയും ഉപയോഗിച്ച് ഒരു ആധുനിക രാജ്യം കെട്ടിപ്പടുത്തതാണ് നമ്മൾ കണ്ടത്. ഇതൊരു പ്രധാന ചോദ്യമുയർത്തുന്നുണ്ട്. എന്താണത്? മരുമക്കത്തായ മാറ്റി നിർത്തി രാമവർമ്മ നൽകിയ വാഗ്ദാനം പാലിച്ച് അഭിരാമിയുടെ മക്കളായ ആ തമ്പിമാർക്ക് കിരീടം ലഭിച്ചിരുന്നിട്ടോ? ഒരുപക്ഷേ തിരുവിതാംകൂർ ഒരിക്കലും ഒരു കേന്ദ്രീകൃത ശക്തിയാകില്ലായിരുന്നു. പകരം പരസ്പരം പോരടിക്കുന്ന ചെറിയ നാട്ടുരാജ്യങ്ങളായി അവർ വിഘടിക്കുകയും വളരെ എളുപ്പത്തിൽ യൂറോപ്യൻ കോളനി വാഴ്ചയ്ക്ക് കീഴടങ്ങുകയും ചെയ്യുമായിരുന്നില്ലേ? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ചരിത്രം ചിലപ്പോൾ ചെറിയ തീരുമാനങ്ങളിലൂടെയാവും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതേക്കുറിച്ച് സ്വയം ചിന്തിക്കാൻ നിങ്ങൾക്കൊരവസരം നൽകിക്കൊണ്ട് നമ്മുടെ ഈ ആഴത്തിലുള്ള പരിശോധന ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം.